പാലക്കാട് ജില്ലയിലെ കാഞ്ഞിരപ്പുഴ ഗ്രാമത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ശാന്തിയും പ്രകൃതിയുടെ സൗന്ദര്യവുമാണ്. എന്നാൽ ആ ശാന്തതയുടെ താഴെ മറഞ്ഞിരിക്കുന്നതായിരുന്നു ഒരു അധ്വാനഭരിതമായ രഹസ്യം. വർഷങ്ങളായി ഉപേക്ഷിച്ച നിലയിൽ നിൽക്കുന്ന ഒരു വലിയ തോട്ടുമന്ദിരം, ജനങ്ങൾ പുഴക്കര ബംഗ്ലാവ് എന്ന് വിളിക്കുന്നതിനു സമീപത്തായി കാഞ്ഞിരപ്പുഴ ഡാമിന് കുറുകെ. രാത്രി ഒറ്റപ്പെട്ട കാറ്റ് വീശുമ്പോൾ ആ മനോരമമായ തോട്ടത്തിന്റെ നടുവിൽ നിന്ന് ആരോ കരയുന്ന ശബ്ദം കേൾക്കാറുണ്ട്. 3 മാസങ്ങൾക്ക് മുൻപാണ് യുവ എഴുത്തുകാരൻ രാഹുൽ അതിനെക്കുറിച്ച് കേട്ടത്. തന്റെ പുതിയ നോവലിന് ഒരു യാഥാർത്ഥ്യത്തിന്റെ സ്പർശം നൽകാനായി അവൻ കാഞ്ഞിരപ്പുഴയിലേക്ക് പോയി. അവിടെ ദയാവാനായ കേശവൻ ചേട്ടന്റെ വീട്ടിൽ താമസമാക്കി പുഴക്കര ബംഗ്ലാവ് പരിശോധിക്കാൻ ആരംഭിച്ചു. ഒരു രാത്രിയിൽ പൂർണ്ണചന്ദ്രൻ തെളിയുമ്പോൾ രാഹുൽ തനിച്ചായി ബംഗ്ലാവിലേക്ക് പ്രവേശിച്ചു. അകത്ത് പഴയ ഫർണിച്ചറുകൾ, പൊടികേറിയ ദൃശ്യങ്ങൾ, പഴകിയ അലമാര. എന്നാൽ ഏറ്റവും കൗതുകമുണർത്തിയത് താഴത്തെ നിലയിലെ അടച്ചുവെച്ച മരംവാതിലാണ്. വാതിൽക്കടിയിൽ നിന്ന് ജലത്തിന്റെ ശബ്ദം. കുഴപ്പമുള്ളൊരു സാന്നിധ്യത്തിന്റെ സാന്ദ്രത അവൻ അനുഭവിച്ചു. അവൻ വാതിൽ തുറക്കുമ്പോഴാണ് ആ തറയതിൽ കുഴിക്കുള്ളിലായി ഒളിച്ചുവെച്ചിരുന്ന പഴയൊരു പുസ്തകം കാണുന്നത്. ഒരു കൈയെഴുത്ത് ഡയറി. അതിൽ എഴുതിയിരുന്നതായിരുന്നു 10 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ താമസിച്ചിരുന്ന ഒരു യുവതിയുടെ ആത്മഹത്യയുടെ കഥ, രേവതി. എന്നാൽ രാഹുലിന്റെ തലച്ചോറിൽ കുത്തിപ്പറ്റിയത് അവസാന വരികളാണ്. ഞാൻ ഇതുവരെ മരിച്ചിട്ടില്ല. ആ രാത്രിയിൽ എന്ത് സംഭവിച്ചുവെന്ന് ആരും അറിയില്ല. എന്നാൽ ഒരാൾ മടുത്താൽ എത്രത്തോളം പോകാമെന്ന് കാട്ടിച്ചു തരാൻ ഞാൻ വരും. അന്നു മുതൽ രാഹുലിന്റെ സഞ്ചാരം ശൂന്യത്തിലേക്ക് പോകുന്നു. ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ, ദൃശ്യങ്ങൾ, തന്റെ എഴുതിയ പേജുകൾക്ക് സ്വയം മാറ്റം വരുന്നത് എല്ലാം ഭീതിയിലേക്കുള്ള കവാടങ്ങളായി മാറുന്നു. അവസാന കുറിപ്പ്. 1 മാസത്തിനു ശേഷം കേശവൻ ചേട്ടൻ പോലീസിൽ പരാതി നൽകി. രാഹുൽ ഒരു രാത്രി പോയിട്ട് തിരിച്ചു വന്നില്ല. പുഴക്കര ബംഗ്ലാവിന്റെ അടുക്കളയിൽ ചുവപ്പിച്ചിട്ടുള്ള മതിലിൽ ഇപ്പോൾ ഒറ്റ വാക്ക് എഴുതിയിരിക്കുന്നു: വേറെ ആരെങ്കിലും എഴുതാൻ തയ്യാറുണ്ടോ? ഇനിയും ആ ബംഗ്ലാവ് സന്ദർശിക്കണോ എന്ന് ആലോചിച്ചാൽ അങ്ങ് പോകുന്നതിനു മുമ്പ് നീ എങ്കിലും തിരിച്ചുവരും എന്നുറപ്പുണ്ടോ?